CGL 2026 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റുകളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. ഇൻഫാക്ട് പോസ്റ്റുകളിൽ ചെറിയ വ്യത്യാസമല്ല വന്നിരിക്കുന്നത്. 2 കൊല്ലമായിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വർഷം ആ പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് SSCയുടെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതേപോലെ തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും അതൊരു ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ്. ഈ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്നത്, അതായത് ഈ വർഷം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ 2 വർഷത്തോളം സ്ലീപ്പിംഗ് ബ്യൂട്ടി ആയിട്ട് കിടന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ വർഷം അത് പുറത്തു വന്നിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, അതിനൊരു പുതിയ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെൻട്രൽ കാഡർ എന്ന് പറഞ്ഞിട്ടും സ്റ്റേറ്റ് കാഡർ എന്ന് പറഞ്ഞിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ. അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, അത് നമ്മൾ കാണുന്നതുമാണ്. ഓഡിറ്റ് ഓഫീസർ അങ്ങനെയല്ല. അതേസമയം ഇതൊരു പേ സ്കെയിൽ 8 വരുന്ന പോസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് സാലറി 1 lakhന്റെ മുകളിലായിട്ട് വരും. അപ്പം SSCയുടെ CGLന്റെ പോസ്റ്റുകൾ ഏതാണെന്നുള്ളത് ജനറലി ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. പോസ്റ്റിനേക്കാളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് നമുക്ക് CGL വഴി ജോലി കിട്ടുന്നത് എന്നുള്ളത്. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിലെ ഏതാനും പോസ്റ്റുകൾ ഫില്ലപ്പ് ചെയ്യുന്നത് CGL വഴിയാണ്. അതേപോലെ തന്നെ ഇൻകം ടാക്സ്, അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് കസ്റ്റംസ് പോലെയുള്ള ഓർഗനൈസേഷനിലും ഡിപ്പാർട്ട്മെന്റ്സിലും ഇതുവഴിയാണ് നമുക്ക് സെലക്ഷൻ ആവുന്നത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിലെ പല പല പോസ്റ്റ് ഉണ്ട്. ലൈക്ക് ഇൻകം ടാക്സിലാണെങ്കിൽ അസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്പെക്ടർ ഉണ്ട്. ഇതെല്ലാം പല പേ സ്കെയിലാണ് വരുന്നത്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഈ പോസ്റ്റുകളെല്ലാം തന്നെ CGL വഴിയാണ് പോകുന്നത്. അതേപോലെ തന്നെ CBIC, ഇൻഡയറക്റ്റ് ടാക്സിന്റെയും കസ്റ്റംസിന്റെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. സെൻട്രൽ എക്സൈസിന്റെ ഇൻസ്പെക്ടർ ഉണ്ട്, അതേപോലെ പ്രിവെന്റീവ് ഓഫീസർ ഉണ്ട്, എക്സാമിനർ ഉണ്ട്. ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിലെ പല പല പോസ്റ്റാണ്. അതെല്ലാം CGL വഴിയാണ് സെലക്ഷൻ ആവുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ പേ ലെവലിലാണ് CGL വഴി സെലക്ഷൻ നടക്കുന്നത് നോക്കിയാലോ. പേ ലെവൽ 8 ഉണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും. അതിനോടൊപ്പം തന്നെ വരുന്നതാണ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും. പിന്നെ പേ ലെവൽ 7 ആണ്. പേ ലെവൽ 7 എന്ന് പറയുന്നത് ഏകദേശം 45,000 മുതൽ 1.5 ലക്ഷത്തോളം വരെയാണ് അതിൻ്റെ ഒരു സാലറി സ്കെയിൽ വരുന്നത്. അത് കൂടുതലായിട്ടും വരുന്ന പോസ്റ്റുകൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ് പല പല ഡിപ്പാർട്ട്മെന്റ്സിൽ. അതേപോലെ തന്നെ ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതേപോലെ കസ്റ്റംസിലെയും അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിലെയും ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, ED അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, CBIയിലെ സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം പേ ലെവൽ 7 വരുന്നത്. ഇനി പേ ലെവൽ 6 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് പല തരത്തിലുള്ള പോസ്റ്റാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സബ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റും. അങ്ങനെയുള്ളതെല്ലാം പേ ലെവൽ 6 വരുന്നത്. ഏകദേശം 10ഓളം പോസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ പോസ്റ്റൊന്നും ഞാൻ വായിച്ച് പറയുന്നില്ല, ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പേ ലെവൽ 5 ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്. ഇതെന്ന് പറയുന്നത് ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് പല ഡിപ്പാർട്ട്മെന്റ്സിലും, അതേപോലെ അക്കൗണ്ടന്റ്, അതായത് C&AGയിലുള്ള അക്കൗണ്ടന്റ് ഒക്കെ വരുന്നത് ഇതിലാണ്. പേ ലെവൽ 4 നമുക്ക് പിന്നെ വരുന്നത്. പേ ലെവൽ 4 നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന പോസ്റ്റൽ അസിസ്റ്റന്റ് പേ ലെവൽ 4 പേ ലെവൽ 4 എന്ന് പറയുന്നത് 25,000 മുതൽ ഒരു 82,000 വരെയാണ് ആ സാലറി സ്കെയിൽ വരുന്നത്. അതേപോലെ ടാക്സ് അസിസ്റ്റന്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിലെ സബ് ഇൻസ്പെക്ടർ, ഇതൊക്കെ പേ ലെവൽ 4 സോ ഇതൊക്കെ ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പേ ലെവൽ 4 ആയാലും പേ ലെവൽ 5 ആയാലും ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റാണ്. അതിൻ്റെ മുകളിൽ 6, 7, 8 എല്ലാം ഗ്രൂപ്പ് B പോസ്റ്റാണ്. അതിൽ തന്നെ പേ ലെവൽ 8 വരുന്നതാണെങ്കിൽ, അതായത് മോർ ദാൻ 1 lakh സാലറി വരുന്നതെങ്കിൽ അവിടെ വരുന്നത് അത് ഗസറ്റഡ് പോസ്റ്റാണ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റാണ്, പ്ലം പോസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം. അതേപോലെ ഏജ് ലിമിറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പേ ലെവൽ 4 അതേപോലെ പേ ലെവൽ 5 ഒക്കെ ആണെങ്കിൽ 18 to 27 years ആണ് ജനറലി വരുന്നത്. ഇനി ഇതിനകത്ത് മാറി നിൽക്കുന്ന ഒരു പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത്തിരി വ്യത്യാസപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്നതും. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. അതിൽ JSO, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. സാധാരണ ഒരു പോസ്റ്റ് 27 വയസ്സ് വരെ അല്ലെങ്കിൽ 30 വയസ്സ് വരെ എന്ന് CGL കാണിക്കുമ്പോൾ ഈ ഒരേ ഒരു പോസ്റ്റ് മാത്രമാണ് 32 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റുന്നത്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് ഡീറ്റെയിൽസ് നോക്കാം. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിനെല്ലാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജനറലി SSC CGLൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി മതിയാകും. അതിന് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നില്ല, ഇന്ന് ഡിഗ്രി എന്ന് പറയുന്നില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഇത്ര എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം നമ്മൾ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ വരുമ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതിനേക്കാളും എക്സാമിന്റെ പാറ്റേണിലാണ്. ഓക്കെ, സോ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ രണ്ട് രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ കാഡർ എന്നുള്ളതും സ്റ്റേറ്റ് കാഡർ എന്നുള്ളതും. ഇപ്പം രണ്ട് കാഡർ ആയാലും ബാച്ചിലേഴ്സ് ഡിഗ്രി മതി, അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. പക്ഷെ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കോമേഴ്സ് ആണോ MCOM ആണോ, അങ്ങനെയൊക്കെയാണ് അവർ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഡിസൈറബിൾ മാത്രമാണ്, ഇത് നിർബന്ധം പറയുന്നില്ല. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള ഏതൊരു വ്യക്തിക്കും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സെൻട്രൽ കാഡറോ സ്റ്റേറ്റ് കാഡറോ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് കാഡർ എന്ന് പറഞ്ഞിട്ട് രണ്ട് പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റേറ്റ് കാഡർ കൊടുക്കുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും പറയാനും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, അതിനൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യത വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കാഡർ എന്തുകൊണ്ടും നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ഇപ്രാവശ്യം മുതലാണ് അങ്ങനെ ഒരു കാര്യം തന്നിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് കാഡറിലും സെൻട്രൽ കാഡറിലായാലും അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിൽ എല്ലാം തന്നെ ഇതേപോലെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, നിർബന്ധമില്ല. അക്കൗണ്ട്സ് ഓഫീസർ എടുത്തു കഴിഞ്ഞാലും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ പേ ലെവൽ 8 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത് തന്നെ കാണാം, ഡിസൈറബിൾ ആണ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി. അതുകൊണ്ട് വെറും ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഈ പറയുന്ന പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിഗ്രി ഒന്നുമില്ല എങ്കിൽ ഗോ അഹെഡ് അപ്ലൈ, യു ക്യാൻ അപ്ലൈ ആണ്. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32 വയസ്സ് വരെ എഴുതാമെന്ന് മാത്രമല്ല, അതിൽ യോഗ്യതയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നതെങ്കിലും ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി മതി, പക്ഷേ +2 12th സ്റ്റാൻഡേർഡിൽ മാത്സിൽ 60% എങ്കിലും മിനിമം കിട്ടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ 60% കുറവാണ്. ഏതെങ്കിലും ഡിഗ്രി, ഇപ്പോൾ ഇക്കണോമിക്സ് എടുത്ത ഒരാളാണെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു പോർഷനും കൂടി ഉണ്ട്. ഇനി ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ടെങ്കിൽ JSOയ്ക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിന്റെ പ്ലസ് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കണ്ടീഷൻ ഓർക്കുക. ഒന്ന് +2 60% മാർക്സ് ഇൻ മാത്സ്. ഇനി അതല്ല എങ്കിൽ +2 മാത്സ് ഇല്ല, മാർക്സ് കുറവാണ് എങ്കിൽ ഡിഗ്രി സമയത്ത് എങ്കിലും ഒരു പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ JSO അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ലും എനി ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നല്ല പറയുന്നത്, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ആകാം, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ്, ഡെമോഗ്രഫി, പോപ്പുലേഷൻ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നമുക്കിവിടെ കാണാൻ തന്നെ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 വരുന്നത്. അപ്പോൾ മാറി നിൽക്കുന്ന 3 പോസ്റ്റുകൾ മനസ്സിലായല്ലോ. 3 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അക്കൗണ്ട്സ് ഓഫീസർ എന്തായാലും അപ്ലൈ ചെയ്യാം. പക്ഷേ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇക്കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിലെ ക്വാളിഫിക്കേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്, ബാക്കി എല്ലാം ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് മതിയാവും. ഇനി അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിൽ അവർ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നതുകൊണ്ടും അതേപോലെ തന്നെ JSOയിൽ ചെറിയ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമുള്ളത് കൊണ്ടും പേപ്പർ എഴുതുന്നതിൽ നമ്മുടെ CBT എക്സാംസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എക്സ്ട്രാ പേപ്പർ എന്തെങ്കിലും എഴുതാനുണ്ടോ എന്നുള്ളത് ഉണ്ട്. അത് Tier 1 Tier 1 സെയിം തന്നെയാണ്, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് സെക്ഷണൽ ടൈമർ വെച്ചിട്ട് 1 hour വെച്ചിട്ട് മാക്സിമം ഇംഗ്ലീഷും GK റീസണിങ് തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ കട്ട് ഓഫിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ഇപ്പോൾ JSOയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ നോർമൽ കട്ട് ഓഫിനേക്കാളും കൂടുതലാവാം. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അങ്ങനെ ആവുന്ന സാഹചര്യങ്ങളുണ്ട്, മിക്കവാറും അങ്ങനെയാണ് ആവാറുള്ളത്. സോ JSOയുടെ കേസിൽ അങ്ങനെ വരും. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആയാലും അക്കൗണ്ട്സ് ഓഫീസർ ആയാലും അങ്ങനെ തന്നെ വരാറുണ്ട്. അവർക്ക് സ്പെഷ്യൽ കട്ട് ഓഫാണ്. Tier 1 നോർമൽ കട്ട് ഓഫിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് എന്തെങ്കിലും എക്സാമിന് CBT ലെവൽ എക്സാമിന് എന്തെങ്കിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. അതായത് Tier 2 ഈ ഒരു വ്യത്യാസം വരുന്നത്.
Tier 2 അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ പേപ്പർ വരുന്നുണ്ട്. ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് ഇക്കണോമിക്സ് എന്നാണ് പേര്. 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. അങ്ങനെ 200 മാർക്സ് 2 അവേഴ്സിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിന് സെക്ഷണൽ ടൈമർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്കൊരു പേപ്പർ 2 എന്ന് പറയുന്ന ഒരു പേപ്പർ Tier 2, ആ നേരത്തെ എല്ലാ Tier 2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. GK, ഇംഗ്ലീഷും മാത്സ്, റീസണിങ്ങും കമ്പ്യൂട്ടറും ഡേറ്റ എൻട്രിയും കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് 2 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് 200 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. 2 hours ആണ്. നോ സെക്ഷണൽ ടൈമർ. സോ സെയിം തിങ് ആണ് വരുന്നത്. അപ്പം പക്ഷേ ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ Tier 2 Tier 1 നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണാൻ പോകുന്നത് കട്ട് ഓഫിലുള്ള മാർക്സിലുള്ള വ്യത്യാസമായിരിക്കും. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട് ഓഫ് കൂടുതലായിരിക്കും. നോർമലി അങ്ങനെയാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ നേരത്തെ വന്ന സമയത്ത് വന്നുകൊണ്ടിരുന്നത്. കട്ട് ഓഫ് മാർക്സ് കൂടുതലായിരുന്നു Tier 1. ഇനി JSO ആയാലും അങ്ങനെ തന്നെയുള്ള ചെറിയ വേരിയേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. Tier 2 എന്തായാലും ഒരു എക്സ്ട്രാ പേപ്പർ എഴുതാനുണ്ടാകും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിന് പറയുന്നുണ്ടോ, അതേപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ്സ് പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഉണ്ട്, ചില പോസ്റ്റുകൾക്ക് തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയുന്നുണ്ട്. ചില പോസ്റ്റിനൊക്കെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വളരെ സിമ്പിളാണ്, നടക്കലും അതായത് വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ് ഒക്കെയാണ് പറയുന്നത്. ചില പോസ്റ്റിന് അത് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അത് കൂടുതൽ വരുന്നതും ഇൻസ്പെക്ടർ പോസ്റ്റിനാണ്. ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടർ പോസ്റ്റ്, പ്രിവെൻറ്റീവ് ഓഫീസറിൻ്റെ ഇൻസ്പെക്ടർ പോസ്റ്റ്, അങ്ങനെയുള്ള കേസസിലാണ് ഇങ്ങനെയൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അവർ പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പം ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഒന്നുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻസ്പെക്ടർ പോസ്റ്റ് ഇത്രയുമാണ് ഇൻസ്പെക്ടർ പോസ്റ്റിനകത്ത് വരുന്ന കാര്യം. അതിനകത്ത് സബ് ഇൻസ്പെക്ടർ അടക്കം പെടുന്നുണ്ട്. അപ്പം പോസ്റ്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി ഇതേപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.